അതായത് അദ്ദേഹം CPM ഇപ്പോ അവർ വളരെയധികം സ്വാഗതം ചെയ്യാണ്. CPM-നുള്ള സാധ്യത പ്രസിഡന്റ് കാണുന്നുണ്ടോ? അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ അകത്ത് ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിൻ്റെ അകത്ത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി, ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്താ പറയുക, ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കാം ഓരോള്ള എൻ്റെ ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നന്നാകാൻ നോക്കാം. പക്ഷേ പ്രസിഡന്റ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ CPM അങ്ങേരും തമ്മിൽ, അതായത് CPM ശശി തരൂരും തമ്മിൽ വല്ലാതൊരു ടൈപ്പ് കാണുന്നുണ്ട് പല വിഷയങ്ങളിലും. അത് ഇതിന് മുന്നോടിയായിട്ടുള്ള, ഇതൊക്കെ ഈ ഇന്റർവ്യൂവിന് മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു കളമാണോ? ബോധപൂർവമുള്ളൊരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് ഇനിയും തിരുത്തുന്നതിനൊരു കുഴപ്പമില്ല. ആരും അദ്ദേഹത്തെ വിമർശിക്കുകയോ പാർട്ടി വിട്ടുപോകുന്ന വലിയ ഒന്നും പറഞ്ഞിട്ടില്ല ആരും. ശശി തരൂരിനെതിരെ ആരും നമ്മളെ പാർട്ടീൻ്റെ അകത്ത് പ്രതികരിച്ചിട്ടില്ല. ഒരു നേതാവും നമ്മളെക്കാളൊക്കെ സീനിയറായ നേതാക്കന്മാർ പോലും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ വേറൊന്നും സംഭവിച്ചിട്ടില്ല. തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് തിരുത്തി അങ്ങ് പോയാൽ മതി. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ തീർത്ത് ഇല്ല അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബാലന്റെ ചൂണ്ടയൊന്നും ഇപ്പൊ പോക്കില്ല. ആ ചൂണ്ടയെല്ലാം പോയി. ഇപ്പൊ ചൂണ്ട വേറെയാണ്. ആ ചൂണ്ടയും പോലും ഇപ്പൊ കുത്തി പിടിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എത്രയാൾ ഇതിനകം പോകണം. ഭരണം കയ്യിലുണ്ട്, സ്ഥാനമാനങ്ങൾ കയ്യിലുണ്ട്, കൊടുക്കാൻ എന്തും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഒരു നക്കിപ്പൂച്ച ഇതുവരെ പോയിട്ടില്ലല്ലോ. പോയിനോ? ഇല്ല. KPCC പ്രസിഡന്റ് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുടെ ഉദ്ദേശം എന്താണ്? സാമാന്യ ബോധം വെച്ചാൽ മനസ്സിലാവില്ല. അല്ല, ഫോൺ എടുക്കാത്തതല്ല. ഫോൺ എടുക്കാൻ അദ്ദേഹം വേറെന്തെങ്കിലും എൻഗേജ്മെന്റ് ആയിരിക്കാം. ഞാൻ സംസാരിച്ചു. 4 തവണയ്ക്ക് വിളിച്ചിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് എൻഗേജ്മെന്റ് ആണ് പ്രസിഡന്റ്? 4 തവണയ്ക്ക് വിളിച്ചിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞാലേ പാർട്ടി വിട്ട് പോകാന്നല്ല. അല്ല, 4 തവണ വിളിച്ചപ്പോഴും അദ്ദേഹം വേറെ എന്തോ ഒരു ജോലിന്റെ അകത്ത് എൻഗേജ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ തിരിച്ചു വിളിച്ചിരിക്കാം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിരിക്കാം. സ്വാഭാവികല്ലേ. ഞാനിപ്പോ വിളിക്കും, അദ്ദേഹത്തോട് സംസാരിക്കും. എന്നിട്ട് നിങ്ങളെ കാണാം. CPM-ന് ശുഭപ്രതീക്ഷയും KPCC പ്രസിഡന്റിന് ഇത്തിരി ശുഭപ്രതീക്ഷ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനൊക്കെ പ്രതീക്ഷയൊന്നും കുറഞ്ഞിട്ടില്ല. അതിലും വെറുതെ CPM-ന് വ്യാമോഹം മാത്രമാണ്. അതിലൊന്നും അദ്ദേഹം CPM-ന്റെ അടുത്ത് പോകുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ആരും മാഷല്ലാണ്ട് വേറെ ആരാ? സരിനൊക്കെ ഒരു അങ്ങനെ എടുത്തു വരേണ്ട ഒരാളൊന്നും അല്ലല്ലോ. പാരമ്പര്യമുള്ളൊരു നേതാവ് നമ്മളിൽ നിന്ന് പോയി എന്ന് പറയുന്നത് മാഷാണ്. ഈ പ്രായമാകുമ്പോഴേ ഇനിയൊരു അവസരങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് അവസരം നേടി പോകുന്നതാണ് ഇവരൊക്കെയും. അല്ല, ഇതൊന്നും പ്രവചിക്കാൻ ഞാൻ ആരുമല്ല കേട്ടോ. ഞാൻ പോകുന്നു.